അടി വാടി ഹായ്. നമ്മൾ എല്ലാ ദിവസവും ഇവരെ തുറന്നു വിടാറുണ്ട്. രാവിലെ വൈകുന്നേരമൊക്കെയാണ് തുറന്നു വിടുക. ഇപ്പോൾ ഈ നല്ല ചൂട് തുടങ്ങിയപ്പോൾ തൊട്ട് ഉച്ചയ്ക്കും കൂടെ വിടാറുണ്ട്. കാരണം ഇവർക്ക് ചിലപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങിപ്പോയി കളിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് അവർക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഇപ്പോൾ കൂട്ടിൽ തന്നെ കിടക്കാം. കൂടെ ഒരുവിധം നല്ല തണലത്താണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ കൂടെ നമ്മൾ ഉച്ചയ്ക്കൊന്ന് വിടാറുണ്ട്. ഇപ്പോൾ ഓൾറെഡി അവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വന്ന് നിൽക്കുകയാണ്. ഇല്ല ഇടലൂണാ, ഇതാ കണ്ട വെള്ളത്തിൽ രാവിലെ ഒരു തവണയൊക്കെ പോയി ഇറങ്ങിയിട്ട് വന്നാണ്. എങ്കിൽ കൂടെ ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ്. ലൂണ വാടാ. നമ്മൾ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഇറങ്ങിക്കോ കളിച്ചോ, ഇറങ്ങടാ പോടാ. ഇതിലൊരു പാമ്പ് പോയി. ഇവന്മാരെ കണ്ടു. ഇതേ കണ്ട അവിടെ ഒരു പാമ്പുണ്ട്. വേണ്ട, ഇനി ഇവന്മാരെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പോയാൽ കടിക്കും. പോടാ ലൂണ, ഇറങ്ങടാ. നീ ഇറങ്ങടാ, പോടാ. എൻജോയ്. കണ്ട അടിപൊളി പരിപാടിയാ. ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ കൂട്ടിൽ വിടുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്തേക്ക് ഇതേപോലൊരു സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ തന്നെ വല്ല കുളമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറക്കി വിടാം. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വല്ല അലർജിയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ ഫംഗസിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രം. ഇത് കഴിഞ്ഞ് അവിടെ പോയിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി വിട്ടാൽ മതി. കാരണം ഇവിടെ ഇത് കുറച്ച് ചെളിയൊക്കെ ഉള്ള വെള്ളമാണ്, വായലൊക്കെ ഉണ്ട്. ഓടിക്കോ, നീന്തിക്കോ, പോടാ. ചാടടാ ചാടടാ. ഞാൻ എന്തെങ്കിലും എറിഞ്ഞു തരട്ടടാ. അത്ര പോടാ പോടാ പോടാ. ഇറങ്ങടാ വെള്ളത്തില്. ലൂസി ഇറങ്ങാൻ പോണ്. ഞാൻ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഹേയ് ലൂസി മരണമാസ്. ഹേയ് ലോണയും ചാടി. ലൂസി എവിടേക്കാ? മെല്ലെ കൂടറേ. പാടാ, അവിടെ പാമ്പുണ്ട്. അതാ ലൂസി പാമ്പിനെയൊക്കെ ചവിട്ടി, പാമ്പ് മേലേക്ക് ചാടുന്നായിരുന്നു ലൂസിയുടെ ചേരപ്പമ്പാണ്. അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. എടാ കടി കിട്ടിയാ ലൂസി? കം. ലൂസി അവിടെ നിന്ന് ചാടി വരണ ലെവല് കണ്ട. സാധാരണ ഈ ഹൈറ്റിന് മുകളിൽ ഇവിടെ നിന്ന് ചാടാറില്ല, ചുറ്റി വരും. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, വിളിച്ചപ്പോൾ അങ്ങനെ ഒരു ആവേശത്തിൽ വന്നു. അതിന് കുളത്തിലിറങ്ങി വല്ല മീനൊക്കെ സൈഡിൽ ഉണ്ടെങ്കിൽ പിടിക്കാൻ കിട്ടുമെന്നൊക്കെ നോക്കും. പക്ഷെ ഒന്നും കിട്ടുമൊന്നുമില്ല, ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. ഇല്ലടാ, എന്താ എടുത്തേ? ഇത് തേങ്ങയാണോ? അത് തേങ്ങ എടുത്തിട്ട് വന്നു കേട്ടോ. എന്താ ലൂണ? ഫുള്ള് ചളിയായില്ലേ? എന്താ ചളിയായോ മേലേക്ക്? എന്താ കാണിക്കും? എന്താ വൈൽഡ് ചേ മാറ്റ. ഇറങ്ങിക്കോ എടാ, ഇറങ്ങടാ പോടാ. എന്താ ഏത് പെർഫ്യൂമിന്റെ പഴയ ബോട്ടിൽ ആരോട്ടതാ? വീണ്ടും ഓടിക്കളി തുടങ്ങി. കാലിലൊക്കെ ബൂട്ടിട്ട പോലെയാടാ, ചളി ചവിട്ടിട്ട്. മാറ്റേ എന്റെ ഡ്രസ്സും ചളിയാക്കണ്ടടാ, ചളിയാക്കണ്ടോടാ ലൂണ. ലൂസി താഴെടോ.
ആ ഒരു ബോട്ടിൽ വിറ്റ് അത് കൊണ്ട് ഓടിയിട്ടാ. ലൂസി ലൂണ ചാടറാ മതിയാ. ശരി കയറിക്ക, കൂട്ടിക്കയറ്, പോവാ, നടക്കടാ, നടക്ക്, പോവാം, പോടാ നമുക്ക് പോയാലോ. ലൂണത് അവിടെ ഒരു പരുന്ത് പോയടാ. ലൂസി ക്യാം. ഇതുപോലെയൊക്കെ ലാബ് ചാടുന്ന കാണാൻ നല്ല രസമാണ്. നല്ല പൊണ്ണത്തടിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെയൊന്നും ആവില്ല കേട്ടോ. എൻ്റെ ഇതിനു മുമ്പത്തെ ഡോഗൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഇതുപോലെ ചാടാനും ഓടാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരാൾ 35, ഒരാൾ 32, 30 ആയിരുന്നു. ഇപ്പോൾ വീണ്ടും 32 ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ 40 കിലോൻ്റെ ഉള്ളിൽ തന്നെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ എന്ത് കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റും. കുറച്ച് ഓവർ വെയിറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അല്ലടാ. ഇതുപോലെ ചാടാനും ഓടാനൊന്നും പറ്റില്ല. ഇവന്മാർക്ക് പിന്നെ അടിപൊളിയാ. അടി വാടി രണ്ട് എവിടേക്കോ പോയി. വാടാ വാടാ വാടാ. വേറെ നായ വന്നപ്പോ അതിനെ മുടുക്കിയിട്ട് പോണ്ടായിരുന്നു. വാടവിടെ എന്റെ ഞാൻ വിളിച്ചത് ഞാൻ പേടിയാണ്. ഞാൻ അടിച്ചിട്ടൊക്കെ ഉണ്ട് മെല്ലെ മെല്ലെ. ഇല്ലടാ അടിയിട്ടിട്ടുണ്ടോ എൻ്റെ ഇന്ന്? വൃത്തക്കേട് ഒന്ന് കാണിച്ചടിക്കണം അല്ലേ ലൂണ? എന്താ ശരി മതി പോവാ നമുക്ക്. വാടാ കം. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നല്ല വെള്ളത്തിൽ കുളി. ഞാൻ അവിടെ ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ കുളിയാവും. ലൂണ കുളിച്ചാലോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്